Every child is a canvas, waiting for the brushstrokes of opportunity. Each of them carries a dream within, a spark waiting to glow. At St. Joe's Central School, we nurture those canvas and dreams with care, creativity and confidence. Admission open for the academic year 2026-27. ചേലക്കര തോന്നൂർക്കര AUP സ്കൂളിലെ പ്രവേശനോത്സവം പ്രൗഢഗംഭീരമായി നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര തോന്നൂർക്കര AUP സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജർ PK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ കുട്ടികളും അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? മാറ്റങ്ങളുണ്ട്. എന്ത് തന്നെയായാലും നല്ല രീതിയിൽ പഠിച്ചു വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ PTA കമ്മിറ്റിയും എല്ലാം കൂടി നിങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ ആ സാഹചര്യം ഒരുക്കുമ്പോൾ നിങ്ങൾ നന്നായി പഠിക്കണം. വേണ്ടേ? നല്ല കളിക്കും വേണം, പഠിക്കും വേണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആകണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാവണം. വേണ്ടേ? ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതിയോ? അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, പഠിക്കണം. വേണ്ടേ? നന്നായി പഠിക്കണം. അപ്പോൾ ഉണ്ടാവും. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു സ്വപ്നമുണ്ടാവും. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യാത്ര ഇന്ന് നമ്മൾ തുടങ്ങി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വഴിയിൽ കൂടി പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു മിഠായി തന്നെ മേടിക്കുമോ? ഹെഡ് മിസ്ട്രസ് KP ഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PC രമേശ് ചന്ദ്രൻ, സുരേഷ് കുമാർ, പ്രിയ ബാലാജി, ഝാൻസി, PTA പ്രസിഡന്റ് ജിജോ P ജോർജ്, അധ്യാപക പ്രതിനിധി ധന്യ കമൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന് ഏറെ സന്തോഷവും പ്രതീക്ഷയുമുള്ള ഒരു ദിനമാണ്. അറിവ് നേടാനായി എത്തിയിരിക്കുന്ന കുഞ്ഞുമക്കളെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടം പ്രഗത്ഭരായ അധ്യാപകർ നമ്മളോടൊപ്പമുണ്ട്. എന്നും അവർ നിങ്ങൾക്ക് സഹായിയായിട്ട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇന്നത്തെ പരിപാടി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാലയത്തിലെ മുൻ വിദ്യാർത്ഥികളായ തേജ KC, ഫിദ ഫാത്തിമ, നന്ദന S മേനോൻ, വിജയ ഗോപി എന്നിവർക്ക് ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു. നവാഗതരായ കുട്ടികൾക്ക് ബാഗും മറ്റു പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. അധ്യാപകർ അക്ഷരദീപം തെളിയിച്ചതോടെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുട്ടികൾ അക്ഷര ലോകത്തേക്ക് പ്രവേശിച്ചു. സീനിയർ ടീച്ചർ സുജിത് ജോർജ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും നന്നായിരിക്കും അത് നിങ്ങളെല്ലാവരും ചെയ്യുക. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ ഫുൾ A+ മേടിച്ച് വന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു. അവരുടെ ആ ഓരോ കഴിവിനും നമ്മുടെ മാതാപിതാക്കൾ, ടീച്ചേഴ്സ് ഇവരുടെ കഴിവ് അല്ല പങ്ക് വളരെ വലുതാണ്. നമ്മൾ കുട്ടികളുടെ മാത്രം കഴിവ് ഉണ്ടായ പോരാ, നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ആ ഹെൽപ്പും കൂടി 3 കൂട്ടരും കൂടി ഒന്നിച്ചായി കഴിഞ്ഞാൽ കുട്ടികൾ വളരെ നല്ല നിലയിലെത്തും. അതിന് ഓരോരുത്തരും അവരുടെ പങ്ക് വഹിക്കുക. ഇവിടുന്ന് ടീച്ചേഴ്സ് മാക്സിമം ഇവിടുന്ന് ചെയ്യാൻ തയ്യാറുള്ള നല്ല ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അവർ അതിന് തയ്യാറാണ്. അത് ഇവിടുന്ന് ആക്കാൻ ഭൗതിക സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളെയും ചെറിയ ചെറിയ കുട്ടികളായാലും കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കോളേജ് നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലുള്ള കുട്ടികളുടെ മുഴുവനാണ് നമ്മുടെ മുന്നിലുള്ളത്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ്. നമുക്കറിയാം, ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ ആദ്യം കാക്കയെ കൂടെ പാട്ട് ആവും നമ്മളെല്ലാവരും ഇവിടെയുള്ള എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവരടുത്ത് ഏതൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വേടൻ്റെ റാപ്പ് സോങ് ചെയ്യും. അതൊക്കെ കൃത്യമായിട്ട് അവർ അക്ഷരങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് ചൊല്ലുന്ന ഒരു തലത്തിലേക്ക് കുട്ടികളെല്ലാവരും മാറിയിട്ടുണ്ട്.
എന്തെല്ലാം പറയാം, കുട്ടികളെല്ലാവരും ഫോണിന് അഡിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും അവരെ ചീത്ത പറയുകയും തള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് CCV.